ഇന്ത്യയിൽ എല്ലാ കാലത്തും പുതിയ പുതിയ താരോദയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക്കൽ സ്റ്റാറുകൾ വരിക എന്ന് പറയുന്നത് പുതിയ ഒരു കഥയൊന്നുമല്ല. ഇന്ത്യയിൽ പ്രഫുല്ലകുമാർ മൊഹന്ത എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആസാം ഗണപരിഷത്ത് എന്ന് പറഞ്ഞ ഒരു സംഘടനയുണ്ടാക്കി വലിയ കലാപമുണ്ടാക്കി ആസാമിൽ. അവസാനം പ്രഫുല്ലകുമാർ മൊഹന്ത മുഖ്യമന്ത്രിയുമായി. പക്ഷെ അത് ദീർഘകാലം കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷെ മുഖ്യമന്ത്രിയായി. അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഉയർന്നു വന്ന ഒരു IRSൻ്റെ നേതാവാണ്. ഇന്ത്യൻ റവന്യൂ സർവീസിൽ നിന്ന് അതെല്ലാം കളഞ്ഞിട്ട് വന്ന് അവസാനം വലിയ നേതാവായി, ഒരു പ്രാവശ്യം മുഖ്യമന്ത്രിയുമായി. ആം ആദ്മി പാർട്ടിയുടെ വലിയ ചലനം ഒരു പ്രാവശ്യം അവർ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ കമ്മിറ്റിയൊക്കെ വന്നു. ആം ആദ്മി പാർട്ടി ഇതാ ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്ന ആം ആദ്മി പാർട്ടിയാണെന്നൊക്കെ ഒരു കാഴ്ചപ്പാടൊക്കെ വന്നു. ഹരിയാന പിടിക്കാൻ പോകുന്നെന്ന് പറഞ്ഞു, പക്ഷെ പിടിച്ചില്ല. പഞ്ചാബ് പിടിക്കുമെന്ന് പറഞ്ഞ് അവർ പിടിച്ചു. പഞ്ചാബ്, ഹരിയാന, ഡൽഹി അങ്ങനെ ബെൽറ്റ് എല്ലാം അവർ കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞെങ്കിലും വേണ്ടത്ര പോയില്ല. ഇപ്പോൾ അവർ വലിയ ഡൗണിലാണ്. പഞ്ചാബിലും ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതെല്ലാം കഴിഞ്ഞ് ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഉദയം കൂടെ കഴിഞ്ഞതിന് ശേഷം അടുത്ത ഒരു പൊളിറ്റിക്കൽ സ്റ്റാർ ഉയർന്നു വരുന്നത് അഭിജിത്ത് ദീപ്കയാണ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുമോ എന്നറിയില്ല. പക്ഷേ ഇപ്പോൾ CJP എന്ന ഒരു സംഘടനാ രൂപത്തിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇതിനിടെ വിജയ്യുടെ തമിഴ്നാട്ടിൽ വിജയ് സംഘവുമൊക്കെ ഈ CJPയുടെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മതലത്തിൽ വിലശകലനം ചെയ്യുകയാണ്. വിജയ് ചിലപ്പോൾ CJPയുമായി കൈ കൊടുക്കുമോ എന്ന ചർച്ചയും വളരെ പ്രധാനമാണ്. അങ്ങനെ CJPയുമായി കൈ കൊടുക്കാൻ വിജയും അതുപോലെ തന്നെ നമ്മുടെ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ കൂടി CJPയുമായി കൈ കൊടുത്താൽ ചിലപ്പോൾ മറ്റൊരു അത്ഭുതം സൃഷ്ടിച്ചേക്കാം. എന്നാൽ CJP ഒരു രാഷ്ട്രീയ പാർട്ടി ആയാൽ ചിലപ്പോൾ അവർക്ക് വേണ്ടത്ര പരിഗണന കിട്ടാതെ അവരൊരു സ്വതന്ത്ര പ്ലാറ്റ്ഫോമായിട്ട് തന്നെ നിന്നാൽ കിട്ടുന്ന പരിഗണന വളരെ വലുതായിരിക്കും. അങ്ങനെ സ്വതന്ത്ര പ്ലാറ്റ്ഫോമായിട്ട് നിൽക്കുകയും അതിനനുസരിച്ചുള്ള ഒരു പ്രവർത്തനങ്ങൾ നടത്തിയെടുക്കുകയും ചെയ്താൽ ഒരുപക്ഷെ ഇന്ത്യയിൽ BJPക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ കഴിയും. അപ്പോഴും ഒരു ചോദ്യമുണ്ട്. അങ്ങനെ CJP ഒരു പാർട്ടിയാവുകയാണെങ്കിൽ ആ CJP പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയിൽ നിൽക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇന്ത്യ മുന്നണിയിൽ നിന്നില്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് BJPക്കാണ്. കാരണം മൂന്നായി പോകും. ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി കാണും, പിന്നെ NDA മുന്നണി കാണും, CJPയുടെ ചില സംവിധാനങ്ങൾ കാണും. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് BJPക്കായിരിക്കും. വോട്ട് മൂന്നായി പിരിഞ്ഞാൽ BJPക്കായിരിക്കും. ചിലപ്പോൾ ഇന്ത്യ മുന്നണിക്കും വരാൻ സാധ്യതയുണ്ട്. കാരണം മൂന്നായി പിരിയും. BJPയുടെ വോട്ടുകൾ കുറേ കൊണ്ടുപോകും. ആരുടെ വോട്ടാണ് CJP കൊണ്ടുപോകുന്നത് എന്നതിനനുസരിച്ചായിരിക്കും പ്രശ്നങ്ങൾ വരുന്നത്. എന്തായാലും അതിനുള്ള സാധ്യതയും കുറവാണ്. CJPയുടെ ഈ അഭിജിത്ത് ദീപ്കെ ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിലോ ചേരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഡൽഹി ആം ആദ്മി പാർട്ടിയിൽ അഭിജിത്ത് ദീപ്കെ ചേർന്നാൽ അത് തീർച്ചയായിട്ടും അരവിന്ദ് കെജ്രിവാളിനപ്പുറം വലിയൊരു ടേക്ക് ഡൽഹിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള രാഷ്ട്രീയമായ ചർച്ചകളാണ് ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. താരോദയങ്ങൾ ഉണ്ടാകും, അതുപോലെ തന്നെ താരങ്ങൾ ഇല്ലാതാവുകയും ചെയ്യും. അത് ഇന്ത്യയുടെ ഒരു പ്രതിഭാസം തന്നെയാണ്. NT രാമറാവു വന്നു, വളരെ വലിയ താരമായിട്ട് വന്നു. അവസാനം ചന്ദ്രബാബു നായിഡു വന്നും പല പല കഷ്ണങ്ങളായി പോയി. ആന്ധ്രയും തെലങ്കാനയും 2 സ്റ്റേറ്റ് തന്നെയായി. തമിഴ്നാട്ടിൽ MGR വന്നു ഒരു കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് ജയലളിത വന്നു. അത് കഴിഞ്ഞ് അതിനു മുമ്പേ അണ്ണാദുരൈ വന്നു. കാമരാജിന് ശേഷം അണ്ണാദുരൈ വരുന്നുണ്ട്. അണ്ണാദുരൈക്ക് ശേഷം അവിടെ മുതലാണ് സിനിമാക്കാർ കീഴടക്കാൻ തുടങ്ങിയത്. MGR വന്നു. MGR പാലക്കാടുകാരനാണ്. എന്നിട്ട് പോലും തമിഴ്നാട്ടിൽ പോയി MGR ഭരണം പിടിച്ചു. അതുപോലെ തന്നെ ജയലളിത ഭരിച്ചു, പിന്നെ സ്റ്റാലിൻ ഭരിച്ചു, വിജയ് ഭരിക്കുന്നു. എല്ലാവരും സിനിമാക്കാരും പുതിയ താരങ്ങളുമാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ താരോദയം ഉണ്ടായതുപോലെ, പഞ്ചാബിലുണ്ടായതുപോലെ, ഡൽഹിയിലുണ്ടായതുപോലെ, ആസാമിലുണ്ടായതുപോലെ ഏതെങ്കിലും ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് അഭിജിത്ത് ദീപ്കെ ഒതുങ്ങുമോ, അതോ മൊത്തത്തിലുള്ള സംവിധാനത്തിൽ ഇന്ത്യയാകെ പിടിക്കുന്ന പണിയിൽ അഭിജിത്ത് ദീപ്കെ വരുമോ? സോനം വാങ്ചുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പൊളിറ്റിക്കൽ ലീഡറല്ല, പക്ഷേ അദ്ദേഹവും പൊളിറ്റിക്സിലേക്ക് വരുമോ എന്നുള്ള ചോദ്യം വളരെ പ്രധാനമാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ അലകും പിടിയും മാറ്റുന്ന രീതിയിൽ BJPക്കെതിരെ ശക്തമായ നിലപാടുകളുമായി CJPയും അനുബന്ധ ഘടകങ്ങളും വരുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. അതിനകത്ത് CJP മുൻകൈയെടുത്താൽ ഒരുപക്ഷെ ഒരുപാട് സന്നദ്ധ സംഘടനകളെയും ഒരുപാട് സോഷ്യൽ ആക്ടിവിസ്റ്റുകളെയും സോഷ്യൽ ഗ്രൂപ്പുകളെയും ഒന്നിപ്പിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ CJPക്ക് കഴിയും. അതവർ ചെയ്താൽ വീണ്ടും വലിയൊരു സമ്മർദ്ദമായി തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആ സമ്മർദ്ദം നടക്കുമ്പോൾ
BJPക്ക് അനുകൂലമാകുമോ സമ്മർദ്ദം, അതോ അല്ലെ UPAക്ക് അനുകൂലമാകുമോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. എന്തായാലും വളരെ വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് ഡൽഹി അരങ്ങേറുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി ഡൽഹിയിൽ നടന്നിരിക്കുന്നത് വലിയ സംഘർഷമാണ്. ഇനിയിപ്പോൾ ഇന്ന് എന്തായാലും അവിടെ സത്യാഗ്രഹം നടക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷം എന്ത് നടക്കുമെന്നറിയില്ല, നാളെ എന്തുണ്ടാവുമെന്നറിയില്ല. അതേസമയം പാർലമെൻറ്റിലും ഇത് സംബന്ധമായ ചർച്ചയും ഇറങ്ങിപ്പോക്കുമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിലാണ് ശശി തരൂരിൻ്റെ ഒരു പ്രസ്താവന വന്നു, ഈ പാർലമെൻറ്റ് സെക്ഷനിൽ ബില്ലുകൾ പാസ്സാകാതിരിക്കാനുള്ള ഒരു അടവായി ഇതിനെ കാണരുത്, അങ്ങനെ ചെയ്യരുത് എന്നുള്ള ഒരു പ്രസ്താവനയും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായിട്ടുള്ള ചില ചലനങ്ങൾ ഡൽഹി രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നു. അത് അഭിജിത്ത് ജീവ്കയുടെ അല്ലെങ്കിൽ ദീപ്കയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുത്തിയ ഒരു സംഘടനാ സിസ്റ്റത്തിലേക്ക് പോകുമോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണണം. അതോ നിലവിലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അദ്ദേഹം ചേരുമോ എന്നുള്ള കാര്യവും പ്രധാനമാണ്. എന്തായാലും BJP സസൂക്ഷ്മമാണ് ഈ വിഷയങ്ങളെ വിലയിരുത്തുന്നത്. അവർ വളരെ സീരിയസ് ആയും സൂക്ഷ്മമായും ഇന്നലെ മുതൽ ഈ വിഷയത്തെ നിരീക്ഷിച്ചു തുടങ്ങി. അവർ പുതിയ പുതിയ അഭിപ്രായങ്ങളും പറയുന്നു, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും കൊണ്ടുവരുന്നു. അപ്പോൾ അത്യാധുനിക രീതിയിലുള്ള ഒരു സമരമാണ് അവിടെ നടക്കുന്നത്. അതിനേക്കാൾ പ്രൊഫഷണലായിട്ട് രീതിയിലാണ് സമരത്തെ നേരിടുന്നതും. അപ്പോൾ എന്തായാലും അവിടെ നടക്കുന്ന ഈ സമരത്തിൻ്റെ ഭാഗമായി പുതിയ ഒരു താരം ഉദയം ചെയ്യുമോ ഇന്ത്യയിൽ? അത് അഭിജിത്ത് ദീപ്കയുടെ പേരിൽ അല്ലെങ്കിൽ സോനം വാങ്ചുവിൻ്റെ പേരിൽ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇന്ത്യയിൽ വളർന്നു വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണേണ്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രഹേളികയാണ്.